ഹലോ എവറി വൺ, ന്യൂസിലൻഡ് ആണോ നിങ്ങൾ ചൂസ് ചെയ്ത സ്റ്റഡി ഡെസ്റ്റിനേഷൻ? നമ്മുടെ സ്റ്റുഡൻസിലൊരു ഭൂരിഭാഗം ആൾക്കാരും പുതിയ കൺട്രീസുകൾ ഓപ്റ്റ് ചെയ്യണത് അവിടെ തന്നെ നമുക്ക് സെറ്റിൽ ആവാം, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് അവിടുത്തെ ഏതെങ്കിലും ഒരു നല്ല കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള നല്ല ഉദ്ദേശത്തോടു കൂടിയാണ്. ഒന്നാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കണ്ടിന്യൂറ്റി ഓഫ് ദി പ്രോഗ്രാം. കണ്ടിന്യൂറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല. ഇപ്പം നിങ്ങൾ മാസ്റ്റേഴ്സ് ചെയ്യാനാണ് എബ്രോഡിൽ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ബാച്ചിലർ ഓഫ് ഡിഗ്രി ഏതിലാണെന്നുള്ളത് നമുക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാവണം. എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞ ഒരാൾ ഇവിടെ ചൂസ് ചെയ്യുന്ന കോഴ്സ് ഏതെങ്കിലും മെഡിക്കലോ അല്ലെങ്കിൽ MSc നഴ്സിങ്ങോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് വിസ റിജക്ഷൻ വരാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. രണ്ടാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജിൻ്റെ സ്റ്റേറ്റസ്. അടുത്തതായി നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കോഴ്സിൽ ഏതൊക്കെ പേപ്പേഴ്സാണ് ഉള്ളത്. ഇനി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട അടുത്തൊരു പോയിൻ്റാണ് ക്ലാസ് ടൈമിംഗ് ആൻഡ് അവൈലബിലിറ്റി. ഫൈനലി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടറാണ് ഗ്രീൻ ലിസ്റ്റ് ജോബ്.